സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡിറ്റർമിനൻസ് ഓഫ് എ ഫേം സപ്ലൈ കർവ് എന്ന് വെച്ചാൽ ഒരു പ്രധാന വക്രത്തിൻ്റെ ഉൽപാദന യൂണിറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കൊരു സപ്ലൈ കർവ് ഓഫ് ദ ഫേം ഈസ് എ പാർട്ട് ഓഫ് എന്താ MC കർവ്. മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളുടെ ഉൽപാദക യൂണിറ്റിൻ്റെ പ്രധാന വക്രം എന്ന് പറയുന്നത്. അത് MC വക്രത്തിൻ്റെ അല്ലെങ്കിൽ MC കർവിൻ്റെ ഭാഗമാണ് നമ്മൾ ഇത് കണ്ടു. ഇനി നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ സപ്ലൈ കർവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അല്ലേ, നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് പ്രൈസ് കൂടുകയാണെങ്കിൽ സപ്ലൈയും എന്തെങ്കിലും പോകും. കാരണം ക്വാണ്ടിറ്റിയും സപ്ലൈയും എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എന്താണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻ സപ്ലൈ ഓഫ് ദ കമ്മോഡിറ്റീസ് ഇസ് എന്താ പ്രൈസ്. ഒരു സപ്ലൈയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ കമ്മോഡിറ്റിയുടെ പ്രൈസാണ്. ഒരു വസ്തുവിൻ്റെ വിലയാണ്. ഒരു വസ്തുവിൻ്റെ വില കൂടുകയാണെങ്കിൽ സപ്ലൈ കൂടും, വസ്തുവിൻ്റെ വില കുറയുകയാണെങ്കിൽ സപ്ലൈ എന്തെയും കുറയുകയും ചെയ്യും. അപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഉൽപാദക യൂണിറ്റിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മാക്സിമം അളവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് കമ്പോളത്തിൽ വിൽക്കാൻ തയ്യാറായ ഉൽപ്പാദനത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഉൽപാദക യൂണിറ്റിന് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുന്ന തയ്യാറായ ഉൽപ്പന്നത്തിൻ്റെ അളവിനെയാണ് നമ്മളെന്ന് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും സപ്ലൈയും എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെറ്റ് ടെക്നോളജി ഓഫ് ദ പ്രൊഡക്ഷൻ, അതായത് ഒരു ഫേം യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആൻഡ് ലേബർ. സപ്പോസ് എ ഫേം യൂസസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ആസ് എ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് അല്ലേ. ഒരു പ്രത്യേക തരത്തിലുള്ള സാധനം നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഫേം എന്ത് ചെയ്യും, ക്യാപിറ്റലും യൂസ് ചെയ്യും, അയാളുടെ മൂലധനവും യൂസ് ചെയ്യും, പിന്നെ ലേബറും യൂസ് ചെയ്യും. അല്ലേ, നമ്മൾ ഒരാളെ നിർത്തിയായിരിക്കും എന്ത് ചെയ്യുന്നത് ആ സാധനം എന്ത് ചെയ്യുന്നു ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഒരാളാകാം, ഒന്നിൽ കൂടുതൽ ആളുകളാകാം. അപ്പോൾ അയാളുടെ മൂലധനവും ഉപയോഗിക്കണം, പിന്നെ എന്ത് ചെയ്യണം, ലേബേഴ്സിനെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഒരു സർട്ടൻ ഗുഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംപ്രൂവ്ഡ് ടെക്നോളജി ഓർ ഇന്നോവേഷൻ, അതായത് നമ്മളുടെ സാങ്കേതിക വിദ്യ നമ്മൾ കൂട്ടുകയാണെങ്കിൽ, ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ദ ഫേം ക്യാൻ പ്രൊഡ്യൂസ് മോർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ സെയിം ലെവൽ ഓഫ് ഇൻപുട്ട് ഓർ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ സെയിം ലെവൽ ഓഫ് എന്താ ഇൻപുട്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കിട്ടും. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ സെയിം ഔട്ട്പുട്ട് തന്നെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാം. ആ സെയിം ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ടെക്നോളജിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായാൽ ഒന്നുകിൽ ഔട്ട്പുട്ട് കൂട്ടുകയും ചെയ്യാം, ഔട്ട്പുട്ട് കുറയ്ക്കുകയും ചെയ്യാം. ഇൻപുട്ടിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാതെ എന്ത് ചെയ്യാം, ടെക്നോളജി കൂട്ടുകയാണെങ്കിൽ, ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇംപ്രൂവ്ഡ് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഓർഗനൈസേഷൻ ഇന്നോവേഷൻ ഉണ്ടാകുമ്പോൾ MC കർവ് ഡിക്രീസ് ചെയ്യുകയും സപ്ലൈ കർവ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിൽ നിന്നും ഡൗൺവേർഡ്സിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. MC കർവ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സപ്ലൈ കർവ് എവിടേക്കാണ്, റൈറ്റ് ടു ഡൗൺവേർഡ്സിലേക്ക് എന്ത് ചെയ്യും, റൈറ്റിൽ നിന്നും ഡൗൺവേർഡ്സിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഓൺ അതർ ഹാൻഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്, നമ്മൾ പഴയ കാലത്തെ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ MC എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, അതിനുള്ള കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സപ്ലൈ കർവ് എവിടേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മൾ നല്ല ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. സപ്ലൈ കർവ് എവിടേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്, റൈറ്റ് വേർഡിലേക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി വളരെ മോശമാണെങ്കിൽ ഇവിടെ നിന്ന് സപ്ലൈ കർവ് എവിടേക്ക് പോകും, ലെഫ്റ്റിലേക്കും പോവുകയും ചെയ്യും. ഇനി അടുത്തത് നമ്മുടെ ഇൻപുട്ട് പ്രൈസസ്. അതായത് ഒരു സപ്ലൈ ഓഫ് ഫേം, ഒരു ഫേമിൻ്റെ സപ്ലൈയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് പ്രൈസസ് ആയിരിക്കും. അതായത് റിസോഴ്സസിൻ്റെ പ്രൈസസ് ആയിരിക്കും. ഇൻപുട്ട് പ്രൈസസ് ഗോ ഡൗൺ, MC എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. എന്താണ്, ഇൻപുട്ട് പ്രൈസ് കുറയുകയാണെങ്കിൽ MC എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. MC കർവ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതിനേക്കാൾ അതിൻ്റെ റിസൾട്ട് എന്താ, MC ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സപ്ലൈ കർവ് എവിടെ നിന്ന് എവിടേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, റൈറ്റിലേക്ക്. എവിടേക്കായിരിക്കും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഡൗൺവേർഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഇവിടേക്കാണ് ഷിഫ്റ്റ് ടു എന്താ, റൈറ്റ്. ഇനി പ്രൈസ്, ഇൻപുട്ട് പ്രൈസസിൻ്റെ കൂടുകയാണെങ്കിൽ MC കർവ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സപ്ലൈ കർവ് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏതൊരു മാർക്കറ്റ് പ്രൈസ് ആയാലും, ഇപ്പോൾ എന്താണ് വയ്ക്കുന്നത്, ഏതൊരു മാർക്കറ്റ് പ്രൈസിലും നമുക്ക് എന്ത് ചെയ്യാം, ഫേം എന്ത് ചെയ്യും, ലോവർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്താണ്, മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് സപ്ലൈ എന്തായിരിക്കും, ലോവർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സപ്ലൈ ലോവർ യൂണിറ്റ്സ് ഓഫ് എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സപ്ലൈ എന്ത് ചെയ്യാനായിട്ട് പറ്റും. അതായത് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ സാധനങ്ങൾ വിറ്റിരിക്കുകയാണെങ്കിൽ നമ്മുടെ സപ്ലൈ എന്ത് ചെയ്യും, നമുക്ക് കുറയുമെന്നാണ് പറഞ്ഞത്. ഇനി യൂണിറ്റ് ടാക്സ്. യൂണിറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടാക്സ് ഇസ് ദ ടാക്സ് ദാറ്റ് ദ ഗവൺമെൻറ് ഇമ്പോസസ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് എല്ലാ ഔട്ട്പുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് എന്തോരം സാധനങ്ങൾ വിറ്റഴിക്കുമ്പോൾ സാധനങ്ങൾ
ഗവൺമെൻറ് ചുമത്തുന്ന നികുതിനെയാണ് നമ്മൾ പറയുന്നത് യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സാധനങ്ങൾ വിറ്റഴിക്കുമ്പോൾ ഗവൺമെൻറ് ചുമത്തുന്ന നികുതിയാണ് എന്താ യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് ടാക്സ് ഇസ് ദ ടാക്സ് ദാറ്റ് ദ ഗവൺമെൻറ് imposes per unit sale of the output. When unit tax is increased, MC increases. എന്താണ് യൂണിറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എം സിയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സപ്ലൈ എവിടേക്ക് മൂവ് ചെയ്യും, സപ്ലൈ കർവ് എവിടേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ യൂണിറ്റ് ടാക്സ് കുറയുകയാണെങ്കിലോ, യൂണിറ്റ് ടാക്സ് കുറയുകയാണെങ്കിൽ എം സി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ സപ്ലൈ എന്ത് ചെയ്യും, എവിടേക്ക് മൂവ് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ യൂണിറ്റ് ടാക്സ് പറയുമ്പോൾ നമ്മൾ ഓരോ യൂണിറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ടും വിറ്റഴിക്കുമ്പോൾ ഗവൺമെൻറ് ചുമത്തുന്ന നികുതിയാണ് എന്തെന്ന് പറയുക യൂണിറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ. യൂണിറ്റ് ടാക്സ് കൂടുമ്പോൾ എം സി ഇൻക്രീസ് ചെയ്യും, സപ്ലൈ എവിടേക്ക് മൂവ് ചെയ്യും, ലെഫ്റ്റിലേക്കും. യൂണിറ്റ് ടാക്സ് കുറയുമ്പോൾ എം സി എവിടേക്ക് മൂവ് ചെയ്യും, എം സി ഡിക്രീസ് ചെയ്യും, സപ്ലൈ എവിടേക്ക് മൂവ് ചെയ്യും, റൈറ്റിലേക്കും മൂവ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ളത്, ഇവിടെ നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് യൂണിറ്റ് ടാക്സ് കൂടുകയാണെങ്കിൽ നമ്മുടെ പ്രൈസും എന്തായാലും കൂടും. പ്രൈസ് പ്ലസ് യൂണിറ്റ് ടാക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. അതായത് ഇതൊരു പ്രൈസും ഇതൊരു സപ്ലൈ കർവുമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് P0 കൺസിഡർ ചെയ്യാറുണ്ട്. ഇത് എല്ലാ റേസിയും ഇതെന്തായിരിക്കും, എല്ലാ AC-യും ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ P1 ആണ് പ്രൈസ് കൺസിഡർ ചെയ്യുന്നത്. P1 അല്ല, നമ്മളത് പറയാം. ഇത് P0 ആണെങ്കിൽ ഇത് P0 പ്ലസ് എന്താ യൂണിറ്റ് ടാക്സ് കൂടി. യൂണിറ്റ് ടാക്സ് കൂടുമ്പോൾ എല്ലാ റേസിക്ക് കർവിന് എന്ത് ചെയ്യില്ല, മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ എല്ലാ റംസിക്ക് ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ടാക്സ് എന്ത് ചെയ്തത് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് P0 എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ പ്രൈസ്. ടാക്സ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് ടാക്സ് ചുമത്താൻ തുടങ്ങിയപ്പോൾ നമ്മൾ പ്രൈസ് എന്ത് ചെയ്തു, P0 പ്ലസ് T ആയിട്ട് കൂട്ടി. അപ്പോൾ അതിനുണ്ടായി എല്ലാ റേസിക്കും എല്ലാ റംസിക്കും എന്ത് ചെയ്തു, ചേഞ്ചസ് ഉണ്ടാകുക അല്ലേ. എല്ലാ റേസിയും എല്ലാ റംസിയും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. എന്താണ്, ടാക്സ് കൂടിയപ്പോൾ എല്ലാ റേസിയും എല്ലാ റംസിയും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. എല്ലാ റേസിയും എല്ലാ റംസിയും എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തു, അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അപ്വേർഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മനസ്സിലായോ? ഇതാണ് നമ്മൾ പ്രൈസ്. യൂണിറ്റ് ടാക്സ് ഗവൺമെൻറ് ചുമത്താൻ തുടങ്ങിയപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, കൂടി. P0 പ്ലസ് T ആയി. ടാക്സ് കൂടിയപ്പോൾ എല്ലാ റംസിയും എല്ലാ റേസിയും എന്ത് ചെയ്തു, എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്വേർഡിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. അതായത് ന്യൂ പ്രൈസിനേക്കാളും അല്ലെ ഓൾഡ് പ്രൈസ് കൂടിയപ്പോൾ എല്ലാ റേസിയും എല്ലാ റംസിയും എന്ത് ചെയ്തു, അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ ലോൺ റൺ സപ്ലൈ കർവ് സ്റ്റാർട്ട്സ് ഫ്രോം മിനിമം എല്ലാ റേസും. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഉള്ളത് ഇത് പ്രൈസും ഇതെന്താ സപ്ലൈ. ഇനി നമ്മൾ ലോങ് റൺ കേസിന് നോക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് P0യിൽ സപ്ലൈ എന്തായിരുന്നു, S0 ആയിരുന്നെങ്കിൽ ഇത് P0യും ഇതെന്തായിരിക്കും, P0 പ്ലസ് എന്താ T. അതാണ് P0യും P0 പ്ലസ് T. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ എന്താ, S0യിൽ നിന്ന് സപ്ലൈ എന്തായി, S ആയിട്ട് എന്ത് ചെയ്തു, കൂടി. കാരണം യൂണിറ്റ് ടാക്സിന് ശേഷവും യൂണിറ്റ് ടാക്സിന് മുമ്പുള്ളതാണ്. യൂണിറ്റ് ടാക്സിന് മുമ്പ് P0 ആയപ്പോൾ സപ്ലൈ എന്തായിരുന്നു, S0യും. യൂണിറ്റ് ടാക്സ് അപ്ലൈ ചെയ്തപ്പോൾ സപ്ലൈ എന്തായി, S ആവുകയും ചെയ്തു. എന്ന് വെച്ചാൽ സപ്ലൈ കർവ് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. എവിടേക്ക്, ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ലെഫ്റ്റിലേക്കാണ് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് സപ്ലൈ കർവ് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് സപ്ലൈ ഫംഗ്ഷനാണ് പഠിക്കുന്നത്. ഇതിൽ അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ള സപ്ലൈ കർവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻസിലേക്ക് അടുക്കുകയാണ്. സപ്ലൈ ഫംഗ്ഷൻ. എന്താണ് സപ്ലൈ ഫംഗ്ഷൻ? എന്താണ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, ഒരു സാധനത്തിൻ്റെ സപ്ലൈയും അതിനെ ബാധിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ആണ് എന്താ പറയുക, സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. സപ്ലൈ ഫംഗ്ഷൻ ഈസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ഈസ് കോൾഡ് സപ്ലൈ ഫംഗ്ഷൻ. ആണ് ഒരു പ്രധാനത്തെ, അതായത് സപ്ലൈ ഒരു പ്രധാനത്തെ ബാധിക്കുന്ന ഒരു സാധനത്തിൻ്റെ പ്രധാനവും
അതിനെ ബാധിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ആണ് എന്തെന്ന് പറയുന്നത് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സപ്ലൈ ഫംഗ്ഷൻ എന്താ? ഇസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് എ സപ്ലൈ. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ സപ്ലൈ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു പഠിച്ചത്? പ്രൈസസ്, പിന്നെന്തായിരുന്നു ടെക്നോളജി, ടി, പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പ്രൈസസ്, ടെക്നോളജി, പിന്നെന്താ ഇൻപുട്ട് പ്രൈസസ്, അതിനെ നമുക്ക് എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. പിന്നെ യൂണിറ്റ് ടാക്സസ്. എന്തൊക്കെയാണ്? പ്രൈസ്, ടെക്നോളജി, ഇൻപുട്ട് പ്രൈസസ്, യൂണിറ്റ് ടാക്സ്. അപ്പോൾ സപ്ലൈ കർവ് ഈസ് ദ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സപ്ലൈ ഈസ് ദ സപ്ലൈ ഓഫ് കമ്മോഡിറ്റിയും അതിനെ ഡിറ്റർമിനൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ന് പറയുന്നത് സപ്ലൈ ഫംഗ്ഷൻ. സപ്ലൈ ഫംഗ്ഷൻ ഇസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് എന്താ സപ്ലൈ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എസ് ഇസ് ഈക്വൽ ടു അതുപോലെ തന്നെ നമുക്ക് എന്തെന്നും എഴുതാം? സപ്ലൈ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എന്താ പ്രൈസ്. പ്രൈസ് കൂടുകയാണെങ്കിൽ സപ്ലൈ കൂടും, സപ്ലൈ കുറയുകയാണെങ്കിൽ പ്രൈസ് എന്തെങ്കിലും കുറയുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് എഴുതാം. ഈ ലോ ഓഫ് സപ്ലൈ നമ്മൾ പറഞ്ഞല്ലോ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ എന്ത് ചെയ്യുന്നത് ഉള്ളത്. അതിലാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നതാണ് ദ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എസ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി. ദ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ആൻഡ് പ്രൈസ്. എന്താണ്? ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് പ്രൈസും തമ്മിലുള്ള ഫംഗ്ഷൻ റിലേഷൻഷിപ്പിനെ ആണ് എന്ത് പറയുന്നത്? പോസിറ്റീവ് റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സപ്ലൈ ഫംഗ്ഷൻ ഇതെന്ന് പറയുന്നത് എന്താ? ലോ ഓഫ് സപ്ലൈ. അതായത് സപ്ലൈയും പ്രൈസും തമ്മിൽ പോസിറ്റീവ് റിലേഷനാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് എന്താ? ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്, പ്രധാന നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് സപ്ലൈ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്ഡ് when the price of the commodity rises, quantity supplied also rises and vice versa. എന്താ പറയുന്നത്? മറ്റു ഘടകങ്ങളിൽ മാറ്റമില്ലെങ്കിലും വില വർദ്ധിക്കുമ്പോൾ അതായത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈയും കൂടും. അതുപോലെ തന്നെ വില കുറയുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയും എന്ത് പറയും? നമ്മൾ ലോ ഓഫ് സപ്ലൈ എന്ന് പറയാറുണ്ട്. എന്നാണ് അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്ഡ്. മറ്റു ഘടകങ്ങളിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കൂടുമ്പോൾ സപ്ലൈയും കൂടും, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കുറയുമ്പോൾ സപ്ലൈയും കുറയുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു പ്രധാന അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അസംഷൻ ദാറ്റ് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ഇൻപുട്ട് പ്രൈസസ് ആൻഡ് യൂണിറ്റ് ടാക്സ് ആർ എന്താ കോൺസ്റ്റന്റ്. അതായത് ഈ ബാക്കി കോൺസ്റ്റൻസ് എല്ലാം പ്രൈസ് ഒഴിച്ച് ബാക്കി എല്ലാ കോൺസ്റ്റൻസും എല്ലാ ഘടകങ്ങളും ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രൈസിന് മാത്രം ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും എന്തെന്ന് പറയാം? ലോ സപ്ലൈ. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് സപ്ലൈ ഫംഗ്ഷൻ ഇക്വേഷനാണ് ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലൈ ഫംഗ്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് സപ്ലൈ ഫംഗ്ഷൻ ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ. എന്നാണ് സപ്ലൈ ഫംഗ്ഷൻ ഇക്വേഷൻ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞത് എസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കണ്ടീഷനിൽ സപ്ലൈ 0 ആകുമ്പോൾ പ്രൈസ് എന്തായിരുന്നു? ഈസ് ലെസ് ദാൻ എ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പി മൈനസ് എ ആണെങ്കിൽ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താ? എ. എന്ന് വെച്ചാൽ ഒരു സപ്ലൈ ഫംഗ്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനേക്കാളും താഴെയാണെങ്കിൽ, പക്ഷേ മാർക്കറ്റ് പ്രൈസിനേക്കാളും താഴെയാണെങ്കിൽ അവിടെ സപ്ലൈ ഒന്നും നടക്കില്ല. ഇനി പ്രൈസും മാർക്കറ്റ് പ്രൈസും, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പ്രൈസാണ് കൂടുതലെങ്കിൽ പി മൈനസ് എ ആണെങ്കിൽ പ്രൈസ് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. പ്രൈസ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. ഇതാണ് സപ്ലൈ ഫംഗ്ഷൻ ഇസ് ദ ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ പ്രൈസും തമ്മിൽ സ്റ്റേറ്റ് ചെയ്യുന്ന ഓൾജിബ്രിക്കലി എന്താണ്? എസ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ പി ഈസ് ലെസ് ദാൻ എ, എസ് ഇസ് ഈക്വൽ ടു പി മൈനസ് എ ആണെങ്കിൽ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ സപ്ലൈ ഒന്നും നടക്കില്ല, മാർക്കറ്റ് പ്രൈസിനേക്കാളും ഈക്വലോ കൂടുതലോ ആണെങ്കിൽ മാത്രം സപ്ലൈ എന്തായിരിക്കും? പി മൈനസ് എ സപ്ലൈ നടക്കുകയും ചെയ്യും. ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാനുള്ളത്. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. താങ്ക് യു.